കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകരയിൽ ഐതിഹ്യപ്പെരുമയിൽ വേരൂന്നിയ ഒരു ചരിത്രമുറങ്ങുന്നു. അതാണ് ജടയൻകാവ് ദേവീക്ഷേത്രം. ഹൈന്ദവ വിശ്വാസികളെയും പ്രത്യേകിച്ച് സർപ്പദോഷ പരിഹാരം തേടുന്നവരെയും സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രം ഒരു അഭയകേന്ദ്രമാണ്. ഇവിടെ നാഗദൈവങ്ങളുടെ സാന്നിധ്യം ഭഗവതീ ചൈതന്യവുമായി ചേരുമ്പോൾ ക്ഷേത്രം ശൈവനാഗങ്ങളും വൈഷ്ണവനാഗങ്ങളും അധിവസിക്കുന്ന ഒരു ദിവ്യസ്ഥാനമായി മാറുന്നു. നാഗാരാധനയുടെയും ദേവീപ്രീതിയുടെയും നിഗൂഢമായ ചൈതന്യം ഈ ക്ഷേത്രത്തെ ഭക്തരുടെ വിശ്വാസ കേന്ദ്രമാക്കി നിലനിർത്തുന്നു. നമുക്കിവിടെ നാഗങ്ങളുടെ വൈഷ്ണവം ശൈവം എന്നുള്ള രണ്ട് രൂപങ്ങളും ഉണ്ട്. വൈഷ്ണവം നമ്മൾ വിശേഷ ആയില്യം നടത്തുന്ന വൈഷ്ണവ നാഗങ്ങളുടെ മുന്നിലാണ്. ബാക്കി എല്ലാ മാസത്തെയും ആയില്യങ്ങൾ നമ്മൾ ശൈവ നാഗ ഇവിടാണ് നടത്തുന്നത്. നാഗാരാധന കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിൽ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയ ഒന്നാണെന്ന് ജടയൻകാവ് ക്ഷേത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി ജീവന്റെയും മരണത്തിന്റെയും ഭയത്തിന്റെയും അഭയത്തിന്റെയും കഥ പറയുന്ന ഒരു പുണ്യഭൂമിയാണിത്. ഈ ക്ഷേത്രത്തിന്റെ പിറവിക്ക് പിന്നിലുള്ള ഐതിഹ്യം ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും മനോഹരമായ ഒരു കാവ്യമാണ്. ജടയൻകാവ് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ സംഭവം സർപ്പദംശനം അകറ്റാനുള്ള ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. ഈ കഥ ഭയം എങ്ങനെയാണ് ഭക്തിയിലേക്ക് വഴിമാറുന്നതെന്നും അഭയം തേടുന്നവർക്ക് ഈശ്വരൻ തുണയാകുമെന്നും നമ്മെ പഠിപ്പിക്കുന്നു. ആലുവ പറമ്പൂർ മനയിലെ ഉണ്ണി നമ്പൂതിരിക്ക് താൻ സർപ്പദംശനമേറ്റ് മരിക്കുമെന്ന ഭയം നിരന്തരം അലട്ടിയിരുന്നു. ഈ ഭയത്തിൽ നിന്ന് മോചനം നേടാൻ അദ്ദേഹം വിവിധ ക്ഷേത്രങ്ങളിൽ ഭജനമിരുന്നു. സർപ്പങ്ങളുടെ ദേവനായ ശിവപ്രീതി നേടുന്നതിനായി മഹാദേവക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. സർപ്പദോഷമകറ്റാൻ ഏറ്റവും അനുയോജ്യമായത് പടിഞ്ഞാറോട്ട് ദർശനമായി വാണരുളുന്ന ശിവപെരുമാളിന്റെ ആലയമാണെന്ന് നമ്പൂതിരി തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ എത്തിയ അദ്ദേഹം 41 നാൾ ഭജനം പാർക്കുകയും ശിവഭഗവാനെ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ 41 ദിവസത്തെ ഭജനമിരിപ്പ് ഒരു ഭക്തന്റെ അചഞ്ചലമായ വിശ്വാസത്തെയും പ്രതിസന്ധികളെ മറികടക്കാനുള്ള ആത്മീയമായ ദാഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു നാൾ ഉണ്ണി നമ്പൂതിരി സന്ധ്യാവന്ദനം നടത്തുവാനായി കിഴക്ക് ഭാഗത്തുള്ള തീർത്ഥക്കുളത്തിലേക്ക് ഇറങ്ങി. കുളപ്പടവിലെത്തിയ അദ്ദേഹത്തെ ദംശിക്കാനായി ജടാരൂഢനായ ഒരു സർപ്പം കാത്തുനിന്നു. വിധി പോലെ തന്റെ അന്ത്യം വന്നെത്തിയെന്ന് തിരിച്ചറിഞ്ഞ നമ്പൂതിരി അതിനെ തടുക്കാൻ ശ്രമിക്കാതെ കൈലാസനാഥനെ അഭയം പ്രാപിക്കാൻ തീരുമാനിച്ചു. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ക്ഷേത്രത്തിന്റെ പശ്ചിമഭാഗത്തെ ആനക്കൊട്ടിലിൽ ദണ്ഡനമസ്കാരം നടത്തി ശാന്തനായി കിടന്നു. ഉണ്ണി നമ്പൂതിരിയുടെ കണങ്കാലിൽ സർപ്പം കൊത്താനായി തുനിഞ്ഞ ആ നിമിഷം വൈകുണ്ഠത്തു നിന്നും എത്തിയ ഗരുഡൻ ഉരകത്തെ കൊത്തിയെടുത്ത് പറന്നുപോയി എന്നാണ് ഐതിഹ്യം. സർപ്പദംശനത്തിൽ നിന്ന് നമ്പൂതിരിയെ രക്ഷിക്കാൻ ശൈവ വൈഷ്ണവ ശക്തികൾ ഒത്തുചേർന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. ഗരുഡൻ കൊത്തിയെടുത്ത സർപ്പത്തിന്റെ ജീവൻ വെടിഞ്ഞ ഉടൽ ശിവക്ഷേത്രത്തിന് പുറത്തുള്ള കാവിലും ശിരസ് തൊട്ടടുത്തുള്ള പ്രദേശത്തും പതിച്ച സംഭവത്തിൽ നിന്നാണ് ജടയൻകാവ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം തുടങ്ങുന്നത്. ഈ സംഭവം ഒരു സാധാരണ മരണമായിരുന്നില്ല. സർപ്പത്തിന്റെ ശിരസ് പതിച്ച സ്ഥലത്ത് ഒരു ജ്യോതിർവലയം ദൃശ്യമാവുകയും പണ്ഡിതശ്രേഷ്ഠനായ മേക്കാട്ട് തിരുമേനിയുടെ അകക്കണ്ണിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ ജ്യോതിർവലയം നാഗകന്യകയുടെ ചൈതന്യ പ്രഭാവമാണെന്ന് ദേവി അദ്ദേഹത്തെ അറിയിച്ചു. ദേവഹിതമനുസരിച്ച് മേക്കാട്ട് തിരുമേനി നാഗകന്യകയെ ആ ജ്യോതിർവലയം കണ്ട ഭാഗത്ത് തന്നെ കൃഷ്ണശിലയിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിച്ചു. ജടാരൂഢനായ പന്നകശ്രേഷ്ഠന്റെ ശിരസ് പതിച്ച കാവ് എന്ന അർത്ഥത്തിലാണ് ഈ സ്ഥലം പിൽക്കാലത്ത് ജടയൻകാവ് എന്ന പേരിൽ അറിയപ്പെട്ടത്. നാഗകന്യകയുടെ ചൈതന്യമാണ് ഈ ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണം. പിന്നീട് ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയാൽ നാഗകന്യകാ ചൈതന്യം ദേവീ ചൈതന്യമായും പരിണമിച്ചു. ജടയൻകാവ് ക്ഷേത്രം നാഗാരാധനയ്ക്ക് അത്യധികം പ്രാധാന്യം നൽകുന്നു. നാഗദോഷ പരിഹാരത്തിനായി ഭക്തർ ദൂരദേശങ്ങളിൽ നിന്നുപോലും ഇവിടെ എത്തുന്നു. ഈ അമ്മയുടെ കാര്യത്തിന് ഇവിടെ വന്ന് എന്ത് കാര്യം നമ്മൾ ആവശ്യപ്പെട്ടാലും അമ്മ കാര്യം സാധിച്ചു തരും. നമ്മുടെ പ്രയാസങ്ങൾ എന്ത് പറഞ്ഞാലും അമ്മ അതേമാതിരി കാര്യങ്ങൾ സാധിച്ചു തരും. അതുകൊണ്ട് അമ്മയെ എനിക്ക് വളരെ വിശ്വാസമാണ്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ശിവന്റെ അനുഗ്രഹത്താൽ വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ രക്ഷകനായതിലൂടെ ഈ ക്ഷേത്രത്തിൽ ശൈവ വൈഷ്ണവ നാഗ കുടുംബങ്ങൾ ഒരുമിച്ച് ഐശ്വര്യപ്രദായകരായി നിലകൊള്ളുന്നു. നാഗാരാധനയുടെ കാര്യത്തിൽ ഈ സംയോജിത സാന്നിധ്യം വളരെ അപൂർവമാണ്.
ഇത് ഭക്തജനങ്ങൾക്ക് സർപ്പദോഷം, സന്താന ദുരിതം, കുടുംബ ഐശ്വര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ശക്തിയായി കണക്കാക്കപ്പെടുന്നു. നാഗകന്യകാ ചൈതന്യത്തിന് പുറമെ മഹാഗണപതിയുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട്. ഏത് കർമ്മവും വിഘ്നമില്ലാതെ പൂർത്തിയാക്കാൻ ഗണപതിയെയാണ് ആദ്യം ആരാധിക്കേണ്ടത്. കൂടാതെ ക്ഷേത്രത്തിലെ നവഗ്രഹ പ്രതിഷ്ഠ ജടയൻകാവ് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന ദോഷങ്ങളും ഗ്രഹപ്പിഴകളും നീങ്ങാൻ നവഗ്രഹ പൂജകൾ ഇവിടെ വിശേഷാൽ നടത്തുന്നു. ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന് ആവശ്യമായത് എന്തോ അതെല്ലാം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങളെ സഹായിക്കാൻ ഒരു നല്ല വിപുലമായ 100 വനിതകളടങ്ങുന്ന ഒരു വനിതാ കൂട്ടായ്മയുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒരു ടീമാണ് അവർ നൽകുന്നത്. ഈ പ്രതിഷ്ഠാ വൈവിധ്യം ക്ഷേത്രത്തിലേക്ക് ദൂരദേശത്തു നിന്നുപോലും ഭക്തരെ ആകർഷിക്കാൻ ഒരു കാരണമാണ്. ജടയൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും വഴിപാടുകളും നാഗാരാധനയ്ക്ക് പ്രാമുഖ്യം നൽകുന്നു. മീനമാസത്തിലെ ഭരണി നാളിലാണ് ദേവിയുടെ പ്രധാന തിരുവുത്സവം നടക്കുന്നത്. ഭരണി നക്ഷത്രം ദേവിയുടെ ജന്മനക്ഷത്രമായി കണക്കാക്കുന്നതിനാൽ ചൈതന്യം വർദ്ധിച്ചു നിൽക്കുന്ന ഈ ദിവസം വഴിപാടുകളോടെ ദേവിയെ പ്രീതിപ്പെടുത്താൻ ഭക്തർ എത്തുന്നു. നാഗദൈവങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷാൽ ദിനമാണ് മലയാള മാസത്തിലെ ആയില്യം നാൾ. ഇതിൽ കന്നിമാസത്തിലെ ആയില്യം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു. സർപ്പദോഷ നിവാരണത്തിനായി ആയില്യം നാളിൽ ആയില്യപൂജയും നാഗദൈവങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമർപ്പണമായ നൂറും പാലും പോലുള്ള പ്രധാന വഴിപാടുകളും ആഘോഷപൂർവ്വം നടത്തപ്പെടുന്നു. ഞങ്ങൾക്കെല്ലാം വളരെയധികം വിശ്വാസമാണ് ദേവിയോട്. ഞങ്ങളെല്ലാം ഒരു കൂട്ടായ പ്രവർത്തനം, ഈ കൂട്ടായ പ്രവർത്തനത്തിൽ കൂടിയാണ് ഈ ക്ഷേത്രം ഇന്ന് പ്രവർത്തിച്ചു പോകുന്നത്. നാഗദോഷം, രാഹു കേതു ദോഷങ്ങൾ തുടങ്ങിയവ അനുഭവിക്കുന്നവർ ഈ ദിനത്തിൽ വഴിപാടുകൾ നടത്തിയാൽ ദുരിതങ്ങൾ അകലുമെന്നാണ് വിശ്വാസം. സർപ്പദോഷ നിവാരണ വഴിപാടുകളും ഇവിടെ പ്രധാനമാണ്. നവഗ്രഹങ്ങളുടെ ദോഷങ്ങൾ മാറാനും ഐശ്വര്യത്തിനുമായി നവഗ്രഹ പൂജ, ശനിദോഷ നിവാരണത്തിനായി ശാസ്താവിനുള്ള വഴിപാടായ നീരാഞ്ജനം, കൂടാതെ മനഃശാന്തിക്കും മാനസികാരോഗ്യത്തിനും വേണ്ടി നടത്തുന്ന സവിശേഷമായ ചന്ദ്രന് പാലഭിഷേകം എന്നിവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ്. ഒരുപാട് ഭക്തരൊക്കെ വരാറുണ്ട്. പിന്നെ പലയിടത്തും വരുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ദേവി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ജടയൻകാവ് ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി വിദ്യാഭ്യാസ, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി കൂടി പ്രവർത്തിക്കുന്നു. ഒരു ക്ഷേത്രം സമൂഹത്തിന്റെ സമഗ്രമായ വികസനത്തിന് എങ്ങനെ സഹായിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. പ്രദേശത്തെ ഭക്തജനങ്ങളിൽ വായനാശീലം വളർത്തുവാനും വിദ്യാർത്ഥികൾക്ക് പഠന സഹായത്തിനുമായി ക്ഷേത്രവളപ്പിൽ 4000-ലധികം പുസ്തകങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ക്ഷേത്രഭരണ സമിതിയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ സൂചനയാണ്. കൂടാതെ ക്ഷേത്രഭരണ സമിതിയുടെയും മാതൃസമിതിയുടെയും ഭക്തജന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മതപാഠശാലയും ഹൈന്ദവ ഗ്രന്ഥ പഠന ക്ലാസുകളും നടന്നുവരുന്നു. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഇവിടെ കമ്മിറ്റി ഓഫീസിനോട് ചേർന്ന് ഞങ്ങൾക്ക് ഒരു 2000-ലധികം പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി, വിശാലമായ ഒരു ലൈബ്രറി പ്രവർത്തിക്കുന്നു. അതുപോലെ ഇവിടെ പത്മകുമാർ സൂചിപ്പിച്ച ഇവിടുത്തെ പിന്നെ മതപാഠശാല, ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നല്ല വഴിക്ക് നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികൾ 40ഓളം കുട്ടികൾ ഇവിടെ വന്നില്ല എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് ഏകദേശം 1-1.5 മണിക്കൂർ ഈ പാഠകാര്യങ്ങൾ പഠിച്ചിട്ട് പോകുന്നു. വളരെ പ്രശസ്തിയായ രാജലക്ഷ്മി ടീച്ചറാണ് അവരുടെ ഗുരുനാഥൻ. അതുപോലെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന നവരാത്രി മഹോത്സവം 9 ദിവസം, ഇത്തവണ നവരാത്രി 9 ദിവസമല്ല 10 ദിവസത്തോളമുണ്ട്. എല്ലാ വർഷവും നടക്കുന്നതാണ് നവരാത്രി ഉത്സവം. എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികളുണ്ട്. അതുപോലെ ഇവിടുത്തെ ബൊമ്മക്കൊലു ഈ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലൊന്നും ഇതുപോലെ വിപുലമായ രീതിയിൽ ഒരുക്കാറില്ല. യുവതലമുറയ്ക്ക് ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ചും തത്വങ്ങളെക്കുറിച്ചും അറിവ് നൽകാൻ മതപാഠശാല ലക്ഷ്യമിടുന്നു. അതുപോലെ ഭഗവത്ഗീത, ഉപനിഷത്തുകൾ തുടങ്ങിയ ഹൈന്ദവ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താൻ ഈ ക്ലാസുകൾ സഹായകമാകുന്നു. ഒരു സംഘം ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ അവരെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിവിടെ ക്ലാസ് ആരംഭിച്ചു. അവരെല്ലാവരും ഇപ്പം വളരെ മനോഹരമായിട്ട് ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുകയും ഞങ്ങളിവിടെ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയും ചെയ്തു. ലളിതാ സഹസ്രനാമം കഴിഞ്ഞ് സൗന്ദര്യലഹരി പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത മാസം ഞാൻ രുദ്രം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളിലൂടെ ജടയൻകാവ് ക്ഷേത്രം പ്രാദേശിക സമൂഹത്തിന്റെ ആത്മീയവും ബൗദ്ധികവുമായ ഒരു കേന്ദ്രമായി നിലനിൽക്കുന്നു.
കൊട്ടാരക്കര ജടയൻകാവ് ദേവീക്ഷേത്രം സർപ്പദംശന ഭീതിയിൽ അഭയം തേടിയ ഒരു ഭക്തന് രക്ഷ നൽകുന്നതിലൂടെയാണ് ഉത്ഭവിച്ചത്. ജടാരൂഢനായ സർപ്പത്തിന്റെ ശിരസ് പതിച്ച ഇടം നാഗകന്യകയുടെ ചൈതന്യമായി മാറുകയും അവിടെ ഭഗവതി സാന്നിധ്യം അനുഭവപ്പെടുകയും ചെയ്തു. ശൈവ വൈഷ്ണവ നാഗകുടുംബങ്ങളുടെ സംഗമസ്ഥാനമായ ഈ ക്ഷേത്രം നാഗദോഷ പരിഹാരത്തിനായി ഭക്തർ ആശ്രയിക്കുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. മീനഭരണിയും കന്നിയിലെ ആയില്യവും മാത്രമല്ല, 4000-ത്തിലധികം പുസ്തകങ്ങളുള്ള ഗ്രന്ഥശാലയും ഈ ക്ഷേത്രത്തെ സവിശേഷമാക്കുന്നു. ഭയത്തിൽ നിന്ന് മോചനം നേടുന്നവർക്കും അജ്ഞതയുടെ ദോഷങ്ങൾ അകറ്റാൻ ആഗ്രഹിക്കുന്നവർക്കും ജടയൻകാവ് ഒരു വിളക്കുമാടമാണ്. ഇവിടെ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഭക്തർക്ക് സർപ്പദോഷ നിവാരണവും ഐശ്വര്യവും ആത്മീയമായ ഉണർവും ലഭിക്കുന്നു. ജടയൻകാവിലെ നാഗകന്യകാ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യവും അഭയവും നൽകട്ടെ.